ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. കർത്താവിനെ ദർശിക്കണമെങ്കിൽ പോലും വിശുദ്ധി വേണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:14 തിരുലിഖിതം, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാനായിട്ട് സാധിക്കില്ല. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വചനമാണ്. ഒരു ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. സകല ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകുന്നതിലൂടെയാണെങ്കിൽ, എന്താണ് ഈ വിശുദ്ധി എന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ടാകും, ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും. പക്ഷേ വിശുദ്ധിയുടെ പരമപ്രധാനമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. കർത്താവിനെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ചങ്ക് പറിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നതാണ് വിശുദ്ധി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ചോദ്യം ചോദിക്കും, പാപം ചെയ്യാതിരിക്കുന്നതല്ലേ വിശുദ്ധി? തിന്മയിൽ വീണു പോകാതിരിക്കുന്നതല്ലേ വിശുദ്ധി? യെസ്, നമ്മൾ വിശുദ്ധരാക്കപ്പെടുന്നത് അങ്ങനെയാണ്. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. അതിനകത്ത് യാതൊരു മാറ്റമില്ല. ഉദാഹരണം പറയാം, സഭയുടെ ചരിത്രത്തിൽ സഭ വിശുദ്ധരാക്കിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ ഒരു പാപം പോലും ചെയ്യാത്തവരായിരുന്നുവെന്ന്? ചില വിശുദ്ധരെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കാൻ നമുക്കറിയാം. ചില വിശുദ്ധർ പാപം ചെയ്തിരുന്നു, ചില വിശുദ്ധർ അശുദ്ധിയിൽ വീണുപോയിരുന്നു. പക്ഷെ അവർ അശുദ്ധിയിൽ നിലനിൽക്കാതെ അനുദപിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വന്നു. അശുദ്ധിക്കെതിരെ ചോര ചിന്തിയവർ, അശുദ്ധിക്കെതിരെ പടവെട്ടിയവർ, അശുദ്ധിക്കെതിരെ സഹിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിക്ക് വേണ്ടി സഹിച്ച് മരിച്ചവരാണ് വിശുദ്ധര്. അല്ലാതെ ഒരു പാപം പോലും ചെയ്യാത്തവര്, അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു കറ പോലും ഏൽക്കാത്തവരൊന്നും അല്ല വിശുദ്ധര്. പാപത്തിന്റെ ഒരു കറ പോലും ഏൽക്കാത്തത് പരിശുദ്ധാമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ. പരിശുദ്ധാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഉത്ഭവപാപത്തിന്റെ ഒരു കറ പോലും ഇല്ലാതെ ജന്മത്തിൽ പോലും വിശുദ്ധി ഉണ്ടായിരുന്നവൾ. അല്ലാതെ ഈ ലോകത്തിൽ ആരെയും നമുക്ക് പാപത്തിന്റെ കറ പറ്റാത്തവർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ചില വിശുദ്ധരെന്ന് പറയുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും, പാപത്തിലൊക്കെ വീണുപോയി പിന്നീട് അനുദപിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നവർ. ഇങ്ങനെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് സഹിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒരു ഊർജ്ജമുണ്ട്. അതെന്താണെന്നറിയാമോ? അതാണ് ദൈവസ്നേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധിയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. വിശുദ്ധിക്ക് വേണ്ടി ഒരു വ്യക്തി യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ആദ്യം ഉയരുന്ന ഒരു ജ്വലനമാണ് ദൈവസ്നേഹം. അങ്ങനെ കർത്താവിനെ ആഴമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് താനെ കടന്നു വരും. യഹൂദരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു വിശുദ്ധി? കൽപ്പനകൾ പാലിക്കുന്നത്, പ്രമാണങ്ങൾ പാലിക്കുന്നത്, പ്രമാണങ്ങൾ അനുസരിക്കുന്നതായിരുന്നു വിശുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോ പറഞ്ഞൊരു വചനം നമ്മൾ പ്രത്യേകം ഒന്ന് എടുത്തു നോക്കണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 34-ാം തിരുലിഖിതം മുതൽ ഒന്ന് വായിച്ചു നോക്കുക. ഒരു നിയമപണ്ഡിതൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കൽപ്പന ഏതാണ്? അവിടെ ഈശോ പറയുന്ന വലിയൊരു കാര്യമുണ്ട്, ഇന്ന് ശ്രദ്ധിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കുക. ഈ പരമപ്രധാനമായിട്ടുള്ള കൽപ്പന പാലിച്ചാൽ ഒരു യഹൂദൻ വിശുദ്ധനാകും. കൽപ്പനകൾ പാലിച്ച് വിശുദ്ധനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദൈവത്തെ സ്നേഹിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പ്രിയപ്പെട്ടവർ, ഈ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഒത്തിരി പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്, ഇതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഈ പരമപ്രധാനമായിട്ടുള്ള ഈ കാര്യം വിട്ടുപോകരുത്. ദൈവത്തെ സ്നേഹിക്കുക. വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോട് കൂടി സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും വന്നു ചേരും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധിക്ക് വേണ്ടി കർത്താവിനോടുള്ള ജ്വലിക്കുന്ന ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് കർത്താവിന് ഒരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ജീവന്റെ